നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത സമാഗതമായിരിക്കുന്ന ഈ നാളുകളിൽ പിന്നെയും നമുക്ക് ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കൂടെ ഓർക്കാറുള്ളതുപോലെ മധ്യപൂർവ്വദേശത്തോട് ബന്ധപ്പെട്ടുള്ളതായ പ്രതിസന്ധികൾ വളരെ വർദ്ധിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്നുള്ളതായ വലിയ തിരിച്ചറിവോടുകൂടി ജീവിക്കേണ്ടതിന് കർത്താവ് നമുക്കെല്ലാവർക്കും ഓരോ ദിവസത്തേക്കുമുള്ള കൃപ നൽകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ഒടുവിലത്തെ ഭാഗത്ത് നാം ചിന്തിക്കാൻ തുടങ്ങിയതായ വാക്യം നമ്മുടെ പ്രത്യാശയുള്ള ബന്ധത്തിലും വളരെ പ്രസക്തമായ വാക്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലയിൽ മതങ്ങളെല്ലാം ബാഹ്യമായ ശുദ്ധീകരണത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കാറുണ്ട്. യഹൂദമതം ഉൾപ്പെടെ ബാഹ്യമായ ശുദ്ധീകരണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ അവരാരും ചിന്തിക്കാൻ പോലും കഴിയാത്തതായ ഉന്നതമായൊരു തലത്തിലേക്കാണ് നമ്മുടെ കർത്താവ് ഈ വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരെയും പുരുഷാരത്തെയും കൊണ്ടുവന്നത് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ഒരുങ്ങാനായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അവരുടെ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ ഒരു ദൈവവൈതൽ തന്നെ നിർമ്മലീകരിക്കുമ്പോൾ താൻ സൂക്ഷിക്കുന്ന ഹൃദയശുദ്ധി അതിൽ എത്രയോ പ്രധാനമാണ് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. ഞാനിത് ഈ വാക്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഓർത്തൊരു കാര്യം, കർത്താവ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വളരെ അടുത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഇതൊരു ഭയനിർദ്ദേശമായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ ചില നാളുകളായിട്ട് അവർക്കറിയാം. ഹൃദയശുദ്ധിയെക്കുറിച്ചൊക്കെ കർത്താവ് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ നിലവുകളെ ചിന്തകളെയെല്ലാം ഏറ്റവും കൃത്യമായിട്ട് അറിയുന്നവനാണ് കർത്താവ് എന്നുള്ളതായ കാര്യം അവരെ എത്രയോ ഭയപ്പെടുത്തി കാണാനുള്ളതായ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർ കർത്താവിൻ്റെ അടുത്തിരുന്ന് ഈ പ്രസംഗം കേൾക്കുകയാണ്. ഞാനിപ്പോൾ ഹൃദയശുദ്ധിയെക്കുറിച്ച് എത്ര വിശദമായി പറഞ്ഞാലും എഴുതപ്പെട്ട വചനം പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ആരുടെയും ഹൃദയം അറിയാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോൾ കർത്താവിനെ വളരെ അടുത്തറിയുന്ന ശിഷ്യന്മാരെ അത് എത്രയധികം സ്വാധീനിച്ചിരുന്നിരിക്കും എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് അരുളി ചെയ്ത വാക്കുകളാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധാനത്തിലിരുന്ന് കർത്താവിൻ്റെ വാക്കുകളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റവും പരമാർത്ഥതയോടുകൂടി പരിശോധിക്കുവാനും ശുദ്ധീകരണത്തിലേക്ക് നമ്മെ അത് നയിക്കുവാനും മുഖാന്തരമായിട്ട് തീരട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു വന്നതുപോലെ മതങ്ങളിലെല്ലാം ശുദ്ധീകരണത്തിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്.
നമ്മുടെ ചുറ്റുമുള്ള മതങ്ങളിൽ തന്നെയും ആളുകൾ ദൈവദർശനത്തിനുമൊക്കെ പോകുമ്പോൾ അവരെത്രയോ അധികം ശുദ്ധീകരണം വരുത്തിയാണ് പോകാനിടയായിട്ട് തീരുന്നത്. ചിലരൊക്കെ എത്രയോ നാളുകൾ വ്രതമനുഷ്ഠിച്ചുമൊക്കെയാണ് ദൈവിക ദർശനം ആഗ്രഹിച്ച് പോകാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ശുദ്ധീകരണം എന്നുള്ളതായ ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതായ കാര്യം പൊതുവെ മനുഷ്യരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദൻ്റെ മതത്തിലും കഴുകലും കുളിയും ഒക്കെ അവരുടെ ആചാരത്തിൽ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതായ ഒരു പൗരോഹിത്യ ശുദ്ധീകരണത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ ധ്യാനിക്കുവാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ആലയത്തിനകത്തേക്ക് ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ എന്തോരം ഒരുക്കത്തോടു കൂടിയാണ് പ്രവേശിക്കുന്നത്. അവിടെ ഹൃദയശുദ്ധിയുടെ കാര്യം അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരു നിയമം വെക്കാനായിട്ട് പറ്റുകയുമില്ല. എന്നാൽ അവിടെ വെച്ചിരുന്നൊരു നിയമം നമുക്കറിയാം, എടുത്ത് വായിക്കണ്ടല്ലോ, നമുക്ക് നല്ല പരിചയമുള്ളതായൊരു കാര്യമാണല്ലോ അത്. ആലയത്തിനകത്തേക്ക് പുരോഹിതൻ പ്രവേശിക്കുമ്പോൾ അവൻ താമ്രത്തൊട്ടിയിലെ വെള്ളത്തിൽ കൈയും കാലും കഴുകിയിട്ടാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നത്. അത് ദൈവം വെച്ചിരുന്നതായൊരു വലിയ വ്യവസ്ഥയായിരുന്നു. ആ വ്യവസ്ഥ നൽകുന്നതായ അതിപ്രധാനമായൊരു സന്ദേശവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. ഒരുത്തർ കയ്യും കാലും കഴുകാതെ ശുദ്ധീകരണം പ്രാപിക്കാതെ ആലയത്തിനകത്ത് കടന്ന് ശുശ്രൂഷ ചെയ്താൽ വളരെ ഗുരുതരമായ ശിക്ഷയാണ് നൽകപ്പെടുന്നത്. ഓർക്കുന്നുണ്ടോ ശിക്ഷ എന്താണെന്ന്? മരണശിക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അപ്പോൾ ശുദ്ധീകരണം എന്നുള്ളതായ ആ പ്രക്രിയ ദൈവിക ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ടിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഈ വാക്കുകൾ ചിന്തിക്കുമ്പോൾ ചേർത്ത് ഓർക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു വ്യത്യാസം നമുക്കിവിടെ ഓർത്തു പോകാം. മതങ്ങളെല്ലാം പൊതുവെ ബാഹ്യശുദ്ധീകരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് ആന്തരിക ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറെ വിശദീകരണത്തിലേക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ശുദ്ധീകരണത്തിൽ മുൻഗണന ആന്തരികമായ ശുദ്ധീകരണത്തിന് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കർത്താവ് വളരെ വിശദവും വ്യക്തവുമായി പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറമേയുള്ള ശുദ്ധീകരണത്തെ കർത്താവ് അവഗണിക്കുന്നില്ല. കിണ്ടികണ്ണങ്ങളുടെ പുറമെടുപ്പാക്കുന്ന കാര്യം കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ അത് വേണ്ടാന്ന് കർത്താവ് പറയുന്നില്ല. പക്ഷേ വേദഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, മുമ്പേ എന്ത് ചെയ്യണം? മുമ്പേ ആകും വെടിപ്പാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭാഗ്യവർണ്ണനയിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ കാര്യത്തിന് കൊടുക്കേണ്ട മുൻഗണന കൊടുക്കാം. നമ്മുടെ ആന്തരിക ശുദ്ധീകരണത്തിന് അധികം പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. മുമ്പേ അകം വെടിപ്പാക്കണം. ഈ മുമ്പേ അകം വെടിപ്പാക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിലടുത്ത സ്റ്റെപ്പും ഉണ്ട്. എന്താണ്? പിന്നെ എന്ത് ചെയ്യണം? പുറവും വെടിപ്പാക്കണം. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ ആന്തരിക ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യവും പറയുന്നുണ്ട്, ബാഹ്യ ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യവും പറയുന്നുണ്ട്. എന്നാൽ കൂടുതൽ പ്രധാനം
ആന്തരിക ശുദ്ധീകരണമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ ചിന്തിച്ചു പോകാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ വിശദമായി ചിന്തിച്ചാൽ നമ്മൾ പല ക്ലാസ്സുകൾ ഈ വാക്യവുമായിട്ട് ധ്യാനിക്കേണ്ടതായിട്ട് വരും. ധ്യാനിച്ചാൽ നല്ലതാണ്, അത് നമുക്ക് വേറൊരു പഠനത്തിലാകാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ഈ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്നതായ ഈ പ്രഥമമായ സന്ദേശം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ആന്തരിക ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. മറ്റൊരു സത്യം കൂടി ഞാൻ പൊതുവെ ഓർക്കാനിടയായിട്ട് തീർന്നു, അതുകൊണ്ട് പറഞ്ഞിട്ട് ഈ വാക്യത്തിൻ്റെ ഉള്ളിലേക്ക് വരാം എന്ന് കരുതുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 1-2 വാചകം ഞാൻ പറഞ്ഞായിരുന്നു. അത് കർത്താവ് ഈ പ്രസംഗത്തിൽ തൻ്റെ അനുവാചകരെ ദൈവത്തെ കാണാനുള്ള ഒരുക്കത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളതായ സന്ദേശമാണ്. ലോകത്തിലെ മതങ്ങളുടെ എല്ലാ ആഗ്രഹം എന്താണ്? ദൈവത്തെ കാണണം. ആ ദൈവിക ദർശനം, അതാണ് ലോക മതങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ കേൾവിക്കാർ, അനുവാചകർ ദൈവത്തെ കാണണം എന്നുള്ളതായ ആ വലിയ ലക്ഷ്യത്തോടെ ഈ അനുഗ്രഹീതമായ സത്യം കൈമാറുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഞാനിവിടെ ഒരു ദൂതിങ്ങനെ ചേർത്ത് പറയുകയാണ്. പ്രസംഗം പറയുന്ന നമുക്ക് എപ്പോഴും മനസ്സിൽ മുൻഗണനയിലൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രസംഗം കേൾക്കുന്ന ആളുകൾ ദൈവത്തെ കാണണം. ദൈവത്തോടുള്ള ഏറ്റവും ശരിയായ ബന്ധത്തിലേക്ക് വരണം. നമ്മൾ സുവിശേഷം പറയുമ്പോൾ അതാണല്ലോ നമ്മുടെ മുഖ്യ പ്രസംഗ വിഷയം. നമ്മൾ സുവിശേഷം പറയുമ്പോൾ വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ സുവിശേഷം പങ്കിടുന്നതിൻ്റെ കാരണം കേൾവിക്കാരൻ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായിട്ട് തീരണം. അല്ലാതെ അവനെ ബോധവൽക്കരിക്കാനായിട്ടല്ല നമ്മൾ സുവിശേഷം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് പറയുമ്പോഴും അവർ കർത്താവിനെ കാണേണ്ടതുപോലെ കാണുവാൻ, കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിട്ട് തീരണം എന്നുള്ളതായ ആ ഏകാഗ്രമായ ലക്ഷ്യം എപ്പോഴും സൂക്ഷിക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇതിൽ ഞാനൊരു മാതൃക പ്രസംഗകൻ്റെ വാക്കുകൾ ഒന്നെടുത്ത് പറയുകയാണ്. ഈ പ്രസംഗൻ്റെ ഈ വാക്ക് എന്നെ അനേക വർഷങ്ങൾക്ക് മുമ്പേ സ്പർശിച്ചിട്ടുള്ളതായൊരു വാക്യമാണ്. ബർന്നബാസിൻ്റെ പ്രസംഗ വിഷയം പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്ന് അവിടെ ദൈവവചനം ശുശ്രൂഷിച്ചതാണ് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ഞാനീ പറയുന്ന കാര്യം വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു പോകാം. 23-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ബർന്നബാസിനെ കുറിച്ചുള്ളതായ വളരെ മനോഹരമായ സാക്ഷ്യം നമ്മൾ കാണുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഈ ആദ്യ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായ വാക്കുകളാണ്. ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഈ ദൈവകൃപ കണ്ടാൽ എല്ലാവർക്കും സന്തോഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ദൈവകൃപ കണ്ടാലും ദുഃഖമായിരിക്കും. പിന്നെ ചിലർക്ക് അതൊരു ചെറിയ അസൂയയ്ക്കും കാരണമായിട്ട് തീർന്നു എന്ന് വരാവുന്നതാണ്. ഞാൻ ഈ ഓരോ വാക്കുകൾ പറഞ്ഞിടുന്നത് ഇതൊക്കെ നമുക്ക് വന്നു പോകാൻ സാധ്യതയുള്ളതായ വീഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഴ്ചകൾ വരാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഹൃദയശുദ്ധിയെക്കുറിച്ചാണല്ലോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവകൃപ കാണുമ്പോൾ നമുക്ക് ദുഃഖമാണ് തോന്നുന്നതെങ്കിൽ
അല്ല ഒരസൂയയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരമെങ്കിൽ അത് അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അത് കർത്താവിന് എത്രയോ പ്രയാസമുള്ളതായൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഈ വാക്കുകൾ അതിൽ തന്നെ നമുക്ക് ഒരു നല്ല മാതൃകയായിട്ട് ഉൾക്കൊള്ളാവുന്നതാണ്. എന്നാൽ ഇവിടെ ബർന്നബാസിനെ കുറിച്ച് പറയുന്നതായ കാര്യം, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അതിൻ്റെ ഒരു കാരണം ഞാൻ അടുത്ത വാചകത്തിലുള്ളത് ഒന്നങ്ങ് എടുത്തു പറയാം എന്ന് വിചാരിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞൊരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ദൈവകൃപ കണ്ടപ്പോൾ അവൻ പരമാർത്ഥമായിട്ടും സന്തോഷിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടെസ്റ്റ് വെക്കുകയാണ്. നമുക്കും ദൈവകൃപ കാണുമ്പോൾ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് വരികിൽ ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്കും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത്ര സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യത്തിലൊക്കെ നിലവാരം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതായ ആ തിരിച്ചറിവും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. കുറവ് തിരിച്ചറിയാൻ കഴിയുന്നതാണല്ലോ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ളതായ ആദ്യപടിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രസംഗം പറയുമ്പോൾ ഉള്ളതായ ലക്ഷ്യം നമുക്കും മാതൃകയാക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ എന്തുകൊണ്ട് ആ വാക്യത്തിൽ നിന്ന് കുറേ സമയം ചെലവിടുവാനിടയായിട്ട് തീർന്നു. ഒന്ന് രണ്ട് ചിന്തകൾ കൂടി ഞാനിന്ന് ചേർത്ത് പറഞ്ഞു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബർന്നബാസിൻ്റെ പ്രസംഗം കൊണ്ട് താൻ മനസ്സിൽ ലക്ഷ്യമാക്കിയ കാര്യം വളരെ ക്ലിയറാണ്. എന്താണ്? എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനാണ് ബർന്നബാസ് പ്രബോധിപ്പിച്ചത്. ഇതിനൊരു മറുവശം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വചനം പറയുന്നവരോട് സഭാംഗങ്ങൾ ജഡീകമായി ചേർന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാചകം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വചനം പറയുന്ന ആളുകളോട് സഭാംഗങ്ങൾ ചേർന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലർ വചനം പറയുമ്പോൾ വ്യത്യസ്തമായ ചേർന്ന് നിൽക്കൽ ഉണ്ടാകുക എന്ന് പറയുന്നതും കേവലം സ്വാഭാവികമായിട്ടുള്ളതായൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായൊരു സഭയുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുണ്ടോ സഭ? കൊരിന്തിൽ അങ്ങനെയായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരാണ്, ചിലർ കേഫാവിൻ്റെ പക്ഷക്കാരാണ്, വേറെ ഒരു കൂട്ടർ പൗലോസിൻ്റെ പക്ഷക്കാരുമുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ചിലർ യേശുവിൻ്റെ പക്ഷക്കാരും ഉണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ഒരു കഠിനമായ ഗ്രൂപ്പിസം അത് ഉണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ പ്രവൃത്തി 11:23 വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുന്നതായൊരു കാര്യം, ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് വിശ്വാസികൾ ആത്മികന്മാരായതുകൊണ്ടല്ല. പിന്നെയോ ഈ പക്ഷം തോന്നുക എന്ന് പറയുന്നത് ഒരു ജഡീകമായ താല്പര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു താല്പര്യത്തിൻ്റെ വലിയൊരു അപകട സാധ്യത ഉണ്ട്. ഈ അപകട സാധ്യത ഉള്ളതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ആളുകൾ പ്രവൃത്തി 20 നമ്മൾ വായിക്കുന്നു. അത് വിപരീതോപദേശം പറയണവരാ അങ്ങനെ പറയുന്നത്. പക്ഷേ അവിടുത്തെ പ്രയോഗം ഓർക്കണം. ശിഷ്യന്മാരെ കർത്താവിൻ്റെ പിന്നാലെ കൊണ്ടാനല്ല, പിന്നെ തങ്ങളുടെ പിന്നാലെ വലിച്ച് കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. ഇനി ശരിയായ ഉപദേശം പറയണമെങ്കിലും അതിൻ്റെ പിമ്പിൽ ഈ ലക്ഷ്യം വരുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. കാരണം മനുഷ്യൻ, വിശ്വാസികളാണെങ്കിലും
ജഡത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ജഡീകമായ താല്പര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സാധാരണയായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ ആ അപകടം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അപകടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോട് കൂടി ഉറപ്പുവരുത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഈ ജഡീകമായ സ്നേഹമാണെങ്കിലും നല്ലതല്ലേന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാനുള്ളതായ സാധ്യതയിൽ ഉണ്ട്. പക്ഷെ അത് നല്ലതല്ല എന്ന് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുക. നമുക്ക് ഒരാളോടുള്ള ഒരു വിശ്വാസിയോടുള്ള സ്നേഹം അത് ഒരു ജഡീകമായ പ്രചോദനത്തിൽ നിന്ന് ആകുന്നില്ലെന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിക്കൊള്ളണം. എത്രയോ സഭകളിൽ ഇത് സാധിക്കാത്തത് കൊണ്ട് വലിയ ദുരന്തങ്ങൾക്ക്, ആത്മിക ദുരന്തങ്ങൾക്ക് കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിലെഴുതപ്പെട്ടൊരു വാചകം ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. ആ എഴുത്തുകാരൻ പറയുന്നത്, ഈ ജഡീകമായ താല്പര്യത്തിലും അതുപോലെ പക്ഷം പിടിച്ചുമൊക്കെ ഉണ്ടാകുന്ന അതിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു മത്സ്യത്തെ പിടിച്ച് ഒരു കോർബനിൽ കോർത്തിടുമ്പോൾ അതിന് തമ്മിലുള്ള ഒരു അടുപ്പമാണ്. ഈ കോർബൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലായോ എന്നെനിക്കറിയാൻ പാടില്ല. പണ്ടൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുമ്പോൾ അതിനെല്ലാം ഒരു കോർബനിൽ കോർത്ത് ഇടുമായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ മീൻ ശരിക്കും ചത്തിട്ടുണ്ടാവുകയില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പടയ്ക്കുകയൊക്കെ ചെയ്യാനിടയായിട്ട് തീരും. അപ്പോൾ അതിനുണ്ടൊരടുപ്പം. വളരെ ഒരു കോർബനിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ജഡീകമായ താല്പര്യവും അടുപ്പവും എന്നൊക്കെ പറയുന്നത് ഈ ഗണത്തിൽ വരുന്നതാണ്. അതിന് കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ആ പിടയ്ക്കലൊന്നും സന്തോഷവും ഉണർവൊന്നുമല്ല. പിന്നെയോ അതെല്ലാം മരണവെപ്രാളത്തിൻ്റെ പടച്ചിലാണ്. ഞാനിന്ന് രാത്രി വളരെ ഭയത്തോടുകൂടിയാണ് ഈ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് ഒരു വലിയ സത്യം സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, കർത്താവെ, എനിക്ക് വേറെ യാതൊരു ആഗ്രഹവുമില്ല. വചനം കേൾക്കുന്ന ആളുകൾ കർത്താവിനെ വലിയവനായി കണ്ട്, കർത്താവിൻ്റെ മഹത്വം കണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ളതല്ലാതെ വേറെ യാതൊരു താല്പര്യവുമില്ലാത്തവരായിട്ട് ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനീ പറഞ്ഞതായ വഴിതെറ്റിയതായ അടുപ്പവും സ്നേഹവും ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണം ഞാനെൻ്റെ റെഫറൻസ് മാത്രം പറയാം. ഈ വഴിയിൽ ഒത്തിരി പോകാനായിട്ട് പറ്റുകയില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം നിങ്ങളൊന്ന് പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ഇതിൻ്റെ വിശദാംശങ്ങളും അപകടം അറിയണമെന്ന് ആഗ്രഹമുള്ളവർ വായിച്ചാലും മതി. അവിടെ അബീമേലെക്കിൻ്റെയും ശേഖേം പൗരന്മാരുടെയും ഒരു വലിയ ഐക്യത നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ആ വേദഭാഗം വായിച്ച് ചിന്തിക്കുന്നില്ല. അത് വളരെ സമഗ്രമായി ചിന്തിക്കാവുന്നതാണ്. നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിശ്വാസിയിൽ പാപം എന്നുള്ള പുസ്തകത്തിൽ 100, 101, 102 പേജുകളിൽ ഇത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിശദാംശങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിലെ പുസ്തകം കാണുമല്ലോ, അതൊന്ന് റെഫർ ചെയ്താൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അബീമേലേക്ക് ഒരു ശരിയായ നേതൃത്വമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തബന്ധമുള്ള ആളുകളായിരുന്നു ശേഖേം നിവാസികൾ. അതുകൊണ്ട് അബീമേലേക്കും ശേഖേം നിവാസികളും കൂടെ ഐക്യതപ്പെട്ട് ഗിദെയോന്റെ പുത്രന്മാരെ എല്ലാം കൊല്ലുവാൻ ഇടയായിട്ട് തീർന്നു. എന്ത് ഭയങ്കരമായ സംഭവമായി പോയി അത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, കഷ്ടി ഒരു 3 വർഷം അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വലിയ ഛിദ്രമുണ്ടായി. അവരന്യോന്യം നശിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദഭാഗം ഞാൻ ധ്യാനിക്കാനിടയായി തീർന്നത് ഇന്നും എൻ്റെ മനസ്സിലെ ഒരു തീയാണ്. കാരണം ഈ മേഖലയിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കുന്നു എന്നുള്ളത്
ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു വാചകം പറയുകയാണ്. തെറ്റായ ലക്ഷ്യത്തിൽ സംഘടിച്ചവർ അന്യോന്യം പൊരുതി നശിക്കുന്നു എന്നുള്ളതാണ് ആ ദീർഘമായ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിച്ചതെന്നറിയാമോ? ജഡീകമായ താല്പര്യങ്ങളും അടുപ്പങ്ങളും നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാൻ ആവശ്യമുണ്ട്. ഇനി ഞാൻ മറുവശം 2 വാക്ക് ഓർപ്പിച്ചോട്ടെ. എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഓരോ പ്രസംഗം കഴിയുന്തോറും കേൾവിക്കാര് പ്രസംഗകനോട് ചേർന്ന് നിൽക്കാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് വരികിൽ ഈ എല്ലാവരും തമ്മിൽ അനുഗ്രഹീതമായ ഒരു യോജിപ്പുണ്ടാകും. അതാണ് ദൈവസഭയിലെ യോജിപ്പ്. ഞാൻ 2 വാക്യങ്ങൾ മാത്രം പറയാം. കർത്തൃമേശയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ വിശദമായിട്ട് ഓർത്ത ഒരു വാക്യം ഉണ്ടായിരുന്നു. 1 Corinthians 10 അധ്യായത്തിൻ്റെ 17 വാക്യം. നമ്മൾ ഇന്നലെയും കർത്തൃമേശ ആചരിച്ച ആളുകളാണല്ലോ. ആ അപ്പത്തിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ ഈ വാക്യം കൂടി ഓർത്ത് വേണം കൊള്ളാനായിട്ട്. ആ വാക്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിന്നാൽ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന പോലെ ഒരു സ്ഥലം സഭയുള്ള വിശ്വാസികൾ ഐക്യതയോടെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ നല്ല പ്രസംഗം കൊണ്ട്, ശരിയായ ലക്ഷ്യത്തിലുള്ള പ്രസംഗം കൊണ്ട് സാധിക്കേണ്ടുന്നതായ കാര്യം ജനത്തെ കർത്താവിങ്കലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ഒരു റെഫറൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ. എഫേസ്യർ 4 അധ്യായത്തിൻ്റെ 3 വാക്യം നമുക്കെല്ലാം മനഃപ്പാഠം അറിയാവുന്നതായ വാക്യമാണ്. ഓർക്കുന്നു ആ വാക്യം? ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അതുകൊണ്ട് ഞാൻ ഒരു വാചകം പറഞ്ഞ് ഇനി അവിടെ നിന്ന് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹവും ഐക്യതയും ആത്മാവിൽ ഉള്ളതാണ് എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. ആത്മാവിലുള്ളതല്ലെങ്കിൽ പിന്നെ അത് ജഡത്തിലുള്ളതായിരിക്കും. ജഡത്തിലുള്ളതിന് ഒത്തിരി ദോഷങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ആ അപകടത്തിൽ അകപ്പെടാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഇനി നമ്മളിവിടെ ഈ വാക്യത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഒരാൾക്ക് ഹൃദയശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കണം എന്നു വരികിൽ അതിൻ്റെ ആദ്യപടി ഞാൻ മിക്കവാറും ഇന്ന് രാത്രി പറയുള്ളൂ. ആദ്യപടി നമ്മുടെ ഹൃദയം എത്രത്തോളം അഴുക്കുള്ളതാണെന്നുള്ളത്, അശുദ്ധമായ ഹൃദയമാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഈ തിരിച്ചറിവ് ഒരാൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആൾക്ക് ഒരു കാലത്തും ഹൃദയശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഹൃദയശുദ്ധിയോടെ ആരും ഈ ലോകത്തിൽ ജനിക്കുന്നില്ല. പിള്ളേരെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാതെ അതങ്ങ് പറഞ്ഞു പോകും. അവരുടെ വായിൽ കള്ളമില്ലെന്നോ ഒക്കെ ഉള്ള പഴഞ്ചൊല്ലുകളൊക്കെ സാധാരണ പറഞ്ഞു പോകാനുള്ളതായ സാധ്യതയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, അല്ലല്ല അത് ശരിയല്ല, അതൊക്കെ മാറി തുടങ്ങി എന്നുള്ളത് നമ്മൾ പറയാനും ഇടയായിട്ട് തീരും. അപ്പോൾ അതിൻ്റെ എല്ലാം വിത്തുള്ളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെയും, മനുഷ്യൻ്റെ ഹൃദയം എത്രത്തോളം അഴുക്കുള്ളതാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കർത്താവ് വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. ആ വാക്യമൊക്കെ നമുക്കറിയാം.
അതുകൊണ്ട് ഈ വാക്യം ഒന്ന് ചേർത്ത് ഞാനൊന്ന് പറഞ്ഞു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ സൂക്ഷ്മമായ അപഗ്രഥനത്തിലേക്ക് നമ്മൾ ഈ പഠനത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഹൃദയത്തിലുള്ള അശുദ്ധിയെക്കുറിച്ച് എത്രയോ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു വാക്യം മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ഈ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. നമ്മൾ ബൈബിൾ പരീക്ഷയിൽ നമ്മളതൊക്കെ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനഃപ്പാഠം അറിയാമായിരിക്കാം. ഈ വാക്യം മനഃപ്പാഠം അറിയാമെന്ന് വിചാരിച്ച് ഹൃദയം ശുദ്ധമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വാക്യത്തിലൂടെ ഒന്ന് പോവുകയാണ്. അതിൽ നിന്നൊരു ദൂതും ഞാൻ പറയാം എന്ന് കരുതുകയാണ്. ഒന്ന് വായിച്ചാട്ടെ 21-23 വാക്യങ്ങൾ. കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധരാക്കുന്നു. അപ്പോൾ അവിടെ കർത്താവ് ഇത് പറഞ്ഞതിനൊരു പശ്ചാത്തലം ശ്രദ്ധേയമാണ്. അത് അധ്യായം മുഴുവൻ വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. കാരണം കഴുകാത്ത കൈകൊണ്ടുമൊക്കെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുകയാണ്. ഒരു യഹൂദൻ സാധാരണ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഈ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ കർത്താവിനോട് വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കർത്താവ് കഴുകി ഭക്ഷണം കഴിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യം, ഈ കഴുകാതെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതൊന്നും അല്ല അശുദ്ധി. അതിൻ്റെ ഇടയ്ക്കുള്ള വിശദീകരണങ്ങളുമൊക്കെ നമ്മുടെ കർത്താവ് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിശദീകരണം പറയുന്നില്ല. അപ്പോൾ ശരിക്കുമുള്ളതായ അശുദ്ധി എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെ അശുദ്ധിയാണ് വരുന്നത് എന്നുള്ളതായ കാര്യം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവ് വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുക. ആരെങ്കിലും പറഞ്ഞോ? മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-23 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായൊരു കാര്യം, നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ തനി നിറം വെളിപ്പെടുത്തുക. എത്ര കൂട്ടം പാപങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള നമുക്ക് നമ്പർ അറിയാലോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. അറിയായിരിക്കും, ഓർമ്മയിലുണ്ടോ? 13 കൂട്ടം പാപങ്ങൾ നമ്മുടെ കർത്താവ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ലിസ്റ്റിലൂടെ ഒത്തിരി പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ആവർത്തന പുസ്തകം അങ്ങ് വായിച്ച് കഴിഞ്ഞുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചേർത്തൊരു വാക്ക് ഓർപ്പിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണ്. ഈ പറയുന്ന പല പാപങ്ങളും മോശ നൽകിയ പ്രമാണത്തിൽ വിലക്കിയിട്ടുള്ളതായ പാപങ്ങളാണ്. വിലക്കിയിട്ടുള്ള ഏതെങ്കിലും 1-2 പാപം ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഇവിടെ വ്യഭിചാരമുണ്ട്, അത് വിലക്കിയിട്ടുണ്ട്. പിന്നെ കൊലപാതകമുണ്ട്, അത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല പാപങ്ങളും മോശ നൽകിയ പ്രമാണത്തിൽ വിലക്കിയിട്ടുള്ളതാണ്. ഞാനിത് ഈ ലിസ്റ്റിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിനെ ഭരിച്ചൊരു ഭയം. അപ്പോൾ ഈ പല പാപങ്ങളും മരണശിക്ഷയ്ക്ക് അർഹമായിട്ടുള്ള പാപങ്ങളാണ്. അപ്പം ഞാൻ ഇതുപോലെ ഓർത്തു, നമ്മുടെ ഹൃദയത്തിലുള്ള പാപങ്ങൾ എല്ലാം വളരെ കൃത്യമായിട്ട് കാണുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ എത്ര ഗൗരവതരമായ ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സത്യത്തെ തിരിച്ചറിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. യിരെമ്യാ പ്രവാചകൻ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളും നമുക്കറിയാം. അതോടെ ഒന്ന് ചേർത്ത് പറഞ്ഞ്
ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. 17-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോഴും ആ വാക്യം നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. 17-ന്റെ 9-10 വാക്യങ്ങൾ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാ. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരിന് അവനവന്റെ നടപ്പിലും പ്രവൃത്തിയുടെ ഫലത്തിലും തക്കവണ്ണം കൊടുക്കും. അപ്പോൾ അവിടെ പ്രവാചകൻ എത്രയോ ഗൗരവമായിട്ടാണ് ഈ സത്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവിടുത്തെ 2 വാക്കുകൾ മാത്രം ഞാനൊന്ന് എടുത്തു പറയുകയാണ്. യഹോവയായ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. അത് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ളൊരു വാക്യം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, വെളിപ്പാട് 2-ന്റെ 23-ാമത്തെ വാക്യം. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവനാണ്. അറിയുന്നവനാണെന്ന് പറയുന്നത് മാത്രമല്ല, ഞാൻ ആരാഞ്ഞറിയുന്നവനാണെന്ന് സകല സഭകളും അറിയണം. വിജയകരമായ സഭാജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാനതിൻ്റെ താക്കോലായിട്ട് പറയുന്ന വാക്യം ഈ വാക്യമാണ്. നമ്മുടെ കർത്താവ് സഭാകാന്തൻ ഹൃദയങ്ങളെയും ഉൾപ്പൂകളെയും ആരാഞ്ഞറിയുന്നവനാണെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ, അത് മനസ്സിലാക്കുന്നൊരു ദൈവവൈതലിന് വിജയകരമായി സഭാജീവിതം നയിക്കാം. കാരണം സഭയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും, ഹൃദയത്തിലുള്ള ചിന്തകൾ പോലും എൻ്റെ യജമാനന് സഭാകാന്തന് അറിയാമല്ലോ എന്നുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച ഒരു വിശ്വാസിയെ ഭരിക്കുമ്പോൾ ഈ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനുള്ള ഏകാഗ്രതയിലേക്ക് വരും. സഭാമൂപ്പന്മാരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത്രയും ബന്ധപ്പാടുണ്ടാകുകയില്ല. അവരുടെ കണ്ണിൽപ്പെടാതെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രവാചകൻ യിരെമ്യാ പ്രവാചകനും ആ സത്യം എത്രയോ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുക. വിശദീകരിക്കുന്നില്ലെങ്കിലും അടുത്തൊരു വാചകം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ. ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുക്കുന്നവനാണ് നീതിമാനായ ദൈവം. വെളിപ്പാട് 2-ന്റെ 23-ാമത്തെ വാക്യത്തിൽ ആ സത്യവും അവിടെ നമ്മുടെ കർത്താവ് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയം അതിൽ തന്നെ എത്രയോ അഴുക്കിന് സാധ്യതയുള്ളതാണ് എന്നുള്ളതായ ആ വലിയ തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരട്ടെ. ഞാനീ പറഞ്ഞ വാക്യങ്ങളെല്ലാം നമുക്കറിയാമായിരിക്കാം. എന്നാൽ ഈ വലിയ ഉൾക്കാഴ്ച നമുക്ക് എത്രത്തോളം പ്രായോഗിക തലത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ പരമാർത്ഥതയോടെ പരിശോധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം പറഞ്ഞ് നിർത്തുകയാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ മനോഹരമായൊരു വാക്യം നമുക്കറിയാം. അതല്ല നമ്മുടെ ഓർമ്മയിലുള്ള വാക്യങ്ങളല്ലേ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, എൻ്റെ ഹൃദയാവസ്ഥ അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ, ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ എത്രയോ അരിഷ്ടനായ മനുഷ്യനാണ്. എന്തെല്ലാം അഴുക്കുകളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാനും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ വിനയത്തോടും കൂടെ ആയിരിക്കാനും സാധിക്കും. ഇത് ആദ്യത്തെ പടിയാണ്. പക്ഷേ ആദ്യത്തെ പടി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ആദ്യത്തെ പടി വിജയകരമായിട്ട് സാധിക്കുന്നവർക്ക് സാധിക്കാവുന്ന വിജയത്തിൻ്റെ അടുത്ത പടികൾ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മിലുള്ള കുറവുകളെ കണ്ടെത്തുവാനും പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും എല്ലാ സ്വയനീതീകരണവും അവസാനിപ്പിക്കുവാനും താഴ്മയോടെ ആ കാൽക്കൽ വീഴാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യന് വിലപിക്കുന്ന
പൗലോസ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനിന്ന് രാത്രി ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താൻ കഴിയുമ്പോൾ, നമ്മുടെ കുറവുകളെ കണ്ടെത്താൻ കഴിയുമ്പോൾ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് കഴിയുമ്പോൾ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ശുദ്ധീകരണം പ്രാപിച്ച് ഹൃദയശുദ്ധിയിലേക്ക് വരാം. നമ്മൾ പാടാറുള്ള ഒരുപാട് ലൈൻ ഞാനൊന്ന് പാടി അവസാനിപ്പിക്കാം. ഈ രക്തത്തിലൻ ഹൃദയം ഹേമത്തെക്കാളും നിർമ്മലം എന്നൂരയ്ക്കുന്ന വാചനം തീർക്കുന്നു സർവ സംശയം. യേശുവിൽ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നതീ പാറമേൽ, ഞാൻ നിൽക്കുന്നതീ പാറമേൽ. അല്പം വിശദീകരണം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം, നമ്മുടെ കുറവുകളെ കണ്ടെത്താം, ഏറ്റുപറഞ്ഞ് വീക്ഷിക്കാം, ശുദ്ധീകരണം പ്രാപിക്കാം. ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓരോ ദിവസവും നാം ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വചനങ്ങൾ അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.